വരൂ. വെൽക്കം ടു മൈ ലിറ്റിൽ ഹോം. നിന്റെ ഈ ഇന്ദ്രഭവനത്തിലേക്ക് ഇന്നെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. കുഞ്ഞു വീടായതുകൊണ്ടായിരിക്കും കളിയാക്കുന്നത്. ചാരു, ഞാനതൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാന്നേ. ഇനി അതേ പിടിച്ച് തൂങ്ങല്ലേ. ഫ്ലോയ്ക്ക് പറഞ്ഞതാണെങ്കിലോ എന്താ, അതിലും സത്യം ഉണ്ടല്ലോ വിവേക്. അതിന് ഇന്ദ്രഭവൻ അത്ര ചെറുതൊന്നല്ല ചാരു, ഭയങ്കര വലുതാ. സത്യം പറഞ്ഞ നിന്റെ ഈ വീട് കാണുമ്പോഴേ ശരിക്കൊരു കിളിക്കൂട് പോലെയുണ്ട്. എന്ത് കിളിക്കൂടോ? ഒട്ടും സൗകര്യമില്ലാത്ത വീടാണെന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണല്ലേ. എന്റെ പൊന്നു ചാരു, ഞാൻ പറയുന്നത് വിട്ടിട്ട് വളഞ്ഞു കുത്തി വേറെ അർത്ഥം കണ്ടുപിടിക്കുന്നത് എന്തിനാ? ഇത് വേറെ അർത്ഥമൊന്നുമല്ല. നീ പറയുന്നത് എന്താന്ന് എനിക്ക് പിടി കിട്ടുന്നുണ്ട്. എന്റെ അമ്മ ഒന്ന് നിർത്തോ. തുടങ്ങി രണ്ടെണ്ണം കൂടി. എപ്പോഴും ഇങ്ങനെ കീരിമ്പാമ്പ് പോയാ നാളെ കല്യാണം കഴിയുമ്പോ പിന്നെ ആർക്കും ഇവിടെ ജീവിച്ചിരിക്കണ്ടെന്ന് തോന്നുമല്ലോ. എല്ലാരും ഇരിക്ക്. അത് ശരിയാ. ഇരുളടഞ്ഞൊരു ഭാവി ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്. എന്താ പറഞ്ഞെന്ന്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് പറയായിരുന്നു. എന്ന് വെച്ചാ എന്റെ കൂടെയുള്ള ഫ്യൂച്ചർ നന്നാവില്ലെന്നല്ലേ പറഞ്ഞേ? എന്റെ ചാരു, നല്ല ഫ്യൂച്ചർ ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയൊന്നും ആരെയും ഞാൻ എന്റെ കൂടെ ജീവിക്കാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ ഇടിച്ചു കയറി വന്ന ആരുടെ ജീവിതത്തിൽ ഇരിക്കാനും പോകുന്നില്ല. ചാരു മിസ്, വീണ്ടും തുടങ്ങിയോ രണ്ടാളും കൂടി? നിങ്ങൾക്ക് രണ്ടുപേർക്കും വഴക്ക് കൂടാൻ മാത്രം അറിയുള്ളൂ അല്ലേ? കുറച്ചു നേരത്തേക്കൊന്ന് നിർത്ത് മിസ്. നാളത്തേക്ക് രണ്ടുപേരും ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാ. ഇപ്പൊ സന്തോഷായി. ചാരു മിസ് ചിരിച്ചല്ലോ. മിസ്സിന് വേറെ ആരുമില്ലേ? മിസ് തനിച്ചാണ് താമസിക്കുന്നേ? ഒരു കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു മോനെ. ഇപ്പോഴാരും ഇല്ലാണ്ടായത്. പ്രത്യേകിച്ചും എന്റെ ചേച്ചി. ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഉള്ളതുപോലെയായിരുന്നു. എല്ലാവരും പോയ പോലെ ഒടുവിൽ ചേച്ചിയും പോയി. മിസ്സിന്റെ ചേച്ചിയോട് അത്രക്ക് ഇഷ്ടാ? ഒത്തിരി ഇഷ്ടം. പക്ഷെ ഞാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ട അവരെല്ലാവരും എന്നിൽ നിന്നും അകന്നു പോവും. അങ്ങനെയൊന്നും ഇല്ല മിസ്സി. നമുക്ക് സ്കൂളിലോട്ട് പോകണ്ടേ? ഇതുവരെ ലഞ്ച് പോലും കഴിച്ചില്ലല്ലോ. മിസ്സേ, ലഞ്ച് തരൂ ഞങ്ങൾക്ക്. മിഥുൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ ഇത്രയും നേരം എടുക്കുന്നേ? അരുണിമേ, പറയൂ ഭാർഗവ പണിക്കരെ. മഹാദേവനെ ആറാടിച്ച ഭസ്മോ
ഒരുപാട് ശക്തിയുള്ളതാ. ദിവസവും കുളി കഴിഞ്ഞത് നെറ്റിയിൽ തൊട്ടാൽ മതി, എല്ലാം ശുഭമായിട്ട് അവസാനിക്കും. ആയിക്കോട്ടെ ഭാർഗവ പണിക്കരെ. ശുഭം. മോം, നമുക്കിറങ്ങിയാലോ? ഭാർഗവ പണിക്കരെ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പോയി വരുവരുണമേ, ഒരു കാര്യം ഓർത്തോളണം. ഇനിയുള്ള സമയങ്ങളിലെല്ലാം മിഥുന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം. ഏത് ക്ഷണവും ആപത്ത് സംഭവിച്ചേക്കാം. അപകടം ഏതിലേ വരിക എന്ന് നമുക്ക് പ്രവചിക്കാനും പറ്റില്ല. സൂക്ഷിച്ചാ നല്ലത്. കവടി നിരത്തിയപ്പോ അശുഭ ലക്ഷണങ്ങളാ കൂടുതൽ കണ്ടത്. അപകടം വരുന്നുണ്ടെന്ന് പറയാൻ മാത്രമേ എന്നെ കൊണ്ട് സാധിക്കൂ. ഞാൻ ശ്രദ്ധിച്ചോളാം പണിക്കരെ. അങ്ങ് പറഞ്ഞ ഓരോ വാക്കും ഞാൻ അക്ഷരം പ്രതി ശ്രദ്ധിക്കാം. ഒരു നിമിഷ നേരത്തേക്ക് പോലും ഞാൻ മിഥുനെ തനിച്ചാക്കില്ല. അതാണ് നല്ലത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. വാ മോനെ. അതെ തിരുമേനി, എന്റെ കൂടെ വന്നിരുന്ന പെങ്കുച്ചിനെ കണ്ടായിരുന്നു. അവരവിടെ ആ നവഗ്രഹത്തെ വലം വയ്ക്കുന്നുണ്ടായിരുന്നു. ശരി. മേഘന, ഈ ലോകത്ത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു പേരാണത്. മിഥുൻ, നീ വെറുതെ പാവം മേഘനയെ തെറ്റിദ്ധരിക്കുകയാണടാ. അവള് നമ്മളോട് ചെയ്ത ചതിയെല്ലാം മോൻ മറന്നുപോയതാണോ? ഇനി ആ പേര് പറഞ്ഞാൽ ഞാൻ ഈ പൂജ പകുതിക്ക് ഉപേക്ഷിക്കും. മോളെ മേഘേ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നെ? ഞാൻ എവിടെയെല്ലാം നിന്നെ നോക്കി നടന്നോ. നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇപ്പോഴാ മിഥുനെ കണ്ടത്. ഇവിടെ എന്തോ ഹോമം നടത്താൻ വന്നതാ. മിഥുന്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു മോളെ. പിന്നെ നിന്റെ പേര് മേഘെന്നാണെങ്കിൽ അവന്റെ ഭാര്യയുടെ പേര് മേഘനയെന്നാ മോളെ. അതിശയായിട്ട് തോന്നുന്നില്ലേ നിനക്ക്? അതിലൊക്കെ എന്തിരിക്കുന്നു ഗൗരിയമ്മേ? ഒരേപോലെയുള്ള പേരുകളുള്ള പലരും ഉണ്ടായിരിക്കുമല്ലോ. പേര് മാത്രമായിരുന്നു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ നിന്റെ സ്വഭാവവും ആ കൊച്ചിന്റെ സ്വഭാവവും ഏകദേശം ഒരേപോലെ തന്നെയാ മോളെ. അവന്റെ അമ്മ എന്നോട് പറയായിരുന്നു ഇതൊക്കെ എങ്ങനെയാ ഒക്കുക. ഗൗരിയമ്മ എന്തൊക്കെയാ പറയുന്നത്? അവരവരുടെ മരുമോൾ അത്രയും സ്നേഹിക്കുന്നുണ്ടായിരിക്കും. ഇതില് വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ പെങ്കൊച്ചിനെ അവന്റെ അമ്മയെ അങ്ങ് തലയെ കയറ്റി വെച്ചാ സംസാരിക്കണേ. പക്ഷേ മിഥുനെ അവന്റെ ഭാര്യയുടെ പേര് കേട്ട താമസം അടിമുടി നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ദേഷ്യം അവൻ ആ പെണ്ണിനോട്. എന്താ പ്രശ്നമെന്ന് ആർക്കറിയാല്ലേ? അത്രയ്ക്ക് അവൾ അവനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ സ്വന്തം ഭാര്യയുടെ പേര് കേൾക്കുമ്പോ അവൻ കലി തുള്ളുന്നേ. അതെന്തെങ്കിലും എവിടെ ഗൗരിയമ്മേ? അവരുടെ വീട്ടിലെ കാര്യം നമ്മൾ എന്തിനാ നോക്കുന്നേ? അതും ശരിയാ മേഘേ. നമുക്ക് തന്നെ തീർത്താ തീരാത്തത്രയും പ്രശ്നങ്ങൾ കിടക്കുമ്പോഴാ അവരുടെ പ്രശ്നവും പറഞ്ഞുകൊണ്ട് നിൽക്കണേ. തീർത്താ തീരാത്ത അത്രയും പ്രശ്നങ്ങളോ? എന്താ ഗൗരിയമ്മേ അത്? നിനക്കൊന്നും അറിയില്ലേ മേഘേ? 5 കൊല്ലമായിട്ടുള്ള ബന്ധം ഒറ്റയടിക്ക് വെട്ടിമുറിച്ച് മാറ്റിയിട്ട് നീ കടന്നു പോവാൻ പോണത്. അപ്പൊ ഇത്രയും കാലം നമ്മൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹം, നമുക്കിടയിലെ ബന്ധം, അതെല്ലാം വെറുതെ ആയിരുന്നോ മോളെ? എന്തൊരു ക്രൂരതയോ നീ ഞങ്ങളോട് ചെയ്യുന്നത്. ഈ 5 വർഷങ്ങൾ കൊണ്ട് നീ ഞങ്ങളോട് കാണിച്ച സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിനക്കൊരു വലിയ സ്ഥാനമാ തന്നേക്കുന്നത്. രക്തബന്ധത്തെക്കാളും ഒക്കെ സ്വരുമയോടെയല്ലേ നമ്മൾ കഴിഞ്ഞത്. എന്നിട്ടിപ്പോ ഞങ്ങളുടെ ഒന്നും ബന്ധത്തിന് യാതൊരു വിലയും കൽപ്പിക്കാണ്ട് എന്തിനാ നീ ഇറങ്ങി പോകാൻ തീരുമാനിച്ചേ? അപ്പൊ നിനക്ക് ഞങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? വീണ്ടും വീണ്ടും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്നൊന്നും കരുതരുതേ മോളെ. ദയവ് ചെയ്ത് നീ നിന്റെ തീരുമാനത്തിനൊരു മാറ്റം വരുത്തണം. നീ അറുത്തു മുറിച്ചത്ര എളുപ്പത്തില് നമുക്കിടയിലുള്ള ഈ സ്നേഹബന്ധം മുറിച്ചു മാറ്റാൻ എനിക്കാവുന്നില്ല. ഈ ഒരു വട്ടത്തേക്ക് ഞാൻ പറയുന്നത് കേക്ക്. ഇനി നിനക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. നീ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാൻ ഈ ഗൗരിയമ്മ വരില്ല. ഇത്രയും പ്രായമായിട്ടും നിന്നെ ഞാൻ ഇത്രയേറെ നിർബന്ധിക്കുന്നെങ്കിൽ എന്റെ വേദനയൊന്ന് മനസ്സിലാക്കുമോളെ. നിൽക്കുവോ മോളെ നീ?
എന്തെങ്കിലും ഒന്ന് പറ മേഘേ. നീ എങ്ങോട്ടേക്കും പോകുന്നില്ലല്ലോ? അർജുൻ, നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നേ? ഇപ്പോ വന്നതേ ഉള്ളൂ അമ്മേ. ഇതുവഴി പോകുമ്പോഴാ നിങ്ങളിവിടെ ഉള്ള കാര്യം ഞാൻ ഓർത്തത്. വീട്ടിലേക്കാണോ? അതേടാ മോനെ. ആ ശരി, എന്നാ നമുക്ക് ഒന്നിച്ചു പോവാം. വന്നാട്ടെ മേഘ, നീയും കേറ്. അമ്മേ, അമ്മേ, മേഘയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ വേണ്ടാത്തൊന്നും അവളോട് ചോദിച്ചില്ലല്ലോ അല്ലേ? ഒന്നുമില്ലടാ. പോകാതെ ഇരുന്നു കൂടെന്ന് അവളോടൊന്ന് ചോദിച്ചു, അത്രേ എന്തു ഉള്ളൂ. പറഞ്ഞോള്? ഉത്തരവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കായിരുന്നു. ശരി, അമ്മ കാറി കയറ്. അമ്മ, വന്നിട്ട് ഒത്തിരി നേരമായോ മോനെ? ഞാനും ചക്കിയും കുറച്ചു നേരം മുമ്പ് അമ്മ വന്നേ. ഹായ് ആന്റി. ഹായ് ചക്കി. ചിക്കു, ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ. നമ്മൾ ഇവിടുന്ന് പോവാ മോനെ. പോവാന്നോ? എവിടേക്കാ അമ്മേ? ഇവിടുന്ന് ഒത്തിരി ദൂരത്തേക്ക്. പോയിട്ട് പിന്നെ എപ്പോഴാ വരിക? ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ചിക്കു. എന്താ തിരിച്ചു വരാത്തമ്മേ? അതങ്ങനെയാ മോനെ. വെറുതെ ഓരോന്ന് ചോദിച്ച് നീ എന്നെ ഉത്തരം മുട്ടിക്കാൻ നോക്കരുത്. പറയുന്നത് അനുസരിക്ക് ചിക്കു. നീ ചെന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വാ. അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലായിരുന്നോ എനിക്ക് ഈ നാടിനെയും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒത്തിരി ഇഷ്ടമായെന്ന്? നമുക്ക് ഇവിടെ തന്നെ നിന്നാ മതി. ഇഷ്ടമുള്ളതല്ലേ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തത് സ്വീകരിക്കാൻ പഠിക്കണം. ഇതൊന്നും ഇപ്പൊ എന്റെ മോനെ മനസ്സിലായി എന്ന് വരില്ല. അമ്മ പറയുന്നത് കേട്ട് മോൻ റെഡിയായിട്ട് വാ. ശരിക്കും ചിക്കുനെയും കൂട്ടിക്കൊണ്ട് പോവാൻ പോണോ? ചക്കി, ചക്കി എന്ത് പറ്റി മോളെ? വാ ഇവിടെ ഇരുന്നേ. വേദനിക്കുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടോ മോളെ? ആന്റി, ഇപ്പൊ കുറച്ചു കുറവുണ്ടോ? കുറവുണ്ട് ആന്റി. ആന്റി, ആന്റിക്ക് എന്താ പറ്റിയത്? എന്താ മോളെ? എന്റെ കാലൊന്ന് മുട്ടിയപ്പോ എന്തിനാ ആന്റി ഇത്രയും വിഷമിക്കുന്നത്? എനിക്കറിയില്ല ചക്കി. കാരണം എന്നോട് ചോദിക്കരുത്. എന്തുകൊണ്ടോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ ആന്റിയും ചിക്ക് ഇവിടുന്ന് പോവാണെങ്കിൽ എനിക്കും അതുപോലെ തന്നെ ആന്റി തോന്നുന്നു. എനിക്ക് അമ്മയില്ലല്ലോ ആന്റി. എന്നാലും ആന്റി ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ വെച്ച് കണ്ടപ്പോ എനിക്ക് ഇതേപോലെ ഒരു അമ്മേനെ വേണമെന്ന് തോന്നിയായിരുന്നു.
എനിക്ക് ചോറൊക്കെ വാരി തന്നപ്പോ എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതേപോലെ ചോറൊക്കെ വാരിത്തരുന്ന് ഓർത്തുപോയി. ആന്റി കൂടെ ഉള്ളപ്പോ എന്റെ അമ്മ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നുക. എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അറിയോ. ആന്റീനെ ഞാൻ അമ്മയാന്ന് വിചാരിച്ചു പോയി. എന്നിട്ട് ഇപ്പൊ ആന്റി എന്നെ ഇട്ടേച്ച് പോയാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ സ്വന്തം അമ്മ ഇല്ലെങ്കിലും എനിക്കൊരു പുതിയ അമ്മേനെ കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരി സന്തോഷിച്ചിരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ ഹാപ്പിനെസ് ഒക്കെ പോയി. ആന്റി അതൊക്കെ എന്റെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോവല്ലേ. ചക്കി പാവല്ലേ അമ്മേ. എനിക്ക് അമ്മയുണ്ട്, പക്ഷെ ചക്കിക്ക് അമ്മയില്ലല്ലോ. എന്നിട്ട് അമ്മ ഇപ്പൊ ചക്കിയെ കൊതിപ്പിച്ചിട്ട് പകുതി വഴിക്ക് ഇട്ടേച്ച് പോവാൻ പോവാ. പാവം ചക്കിയെ കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നമ്മേ. ചക്കിക്ക് വേണ്ടിയെങ്കിലും നമുക്ക് പോവാതിരിക്കാം അമ്മേ. ആ കുഞ്ഞുങ്ങളുടെ വർത്താനം കേൾക്കുമ്പോ എന്റെ നെഞ്ചു പോലും പിടയ്ക്കുന്നു മേഘ. ആ കുഞ്ഞുങ്ങളുടെ വിഷമം കണ്ടിട്ട് അതൊന്നും കണ്ടില്ല എന്ന് ഭാവിച്ചോണ്ട് നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റുമോ മേഘേ? അവർക്ക് വേണ്ടിയെങ്കിലും പോവാതിരുന്നൂടെ? പ്ലീസ് അമ്മ ആന്റി, പോവല്ലേ ആന്റി, പ്ലീസ്. ഞാൻ പോവില്ല മോളെ. എവിടേക്കും പോവില്ല മോളെ. മോളുടെ ഒപ്പം ഉണ്ടാവും കേട്ടോ. വിഷമിക്കണ്ട കേട്ടോ. സത്യമാണ് ആന്റി? അതെ. ഇവിടെ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റില്ല ചക്കി. പക്ഷെ ഇപ്പൊ എന്റെ വിഷമത്തെക്കാളും നിന്റെ വിഷമാണ് എന്റെ മുന്നിലുള്ളത്. എല്ലാം ഇട്ടെറിഞ്ഞു പോയിട്ട് ഈ കുഞ്ഞു മനസ്സിനെ ഞാൻ വേദനിപ്പിക്കില്ല. ഡ്രൈവർ, കാർ ആ സൈഡിലേക്കൊന്ന് ചവിട്ടിക്കേ. ഹലോ ഭാസ്കർ. ഹായ് മാഡം. താനെന്താ ഇവിടെ നിൽക്കുന്നേ? ഓട്ടോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല മാഡം. എന്നാ പിന്നെ കാറിൽ കയറി, ഞാൻ കൊണ്ടുവന്നാക്കാം. സാരമില്ല മാഡം, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. മടിക്കൊന്നും വേണ്ട ഭാസ്കർ, കാറിൽ കയറ്. കമോൺ. ആ ശരി മാഡം. മാഡം, ചക്കി മോളിപ്പോ എങ്ങനെ ഇരിക്കുന്നു? അമ്മയില്ലാത്ത ഒരു അനാഥ കുട്ടി എത്ര കാലം ഇങ്ങനെ വല്ലവരെ വീട്ടിൽ കഴിയും? അങ്ങനെ പറയല്ലേ മാഡം. മിഥുൻ ആ കുട്ടിയുടെ അച്ഛനൊന്നുമല്ലല്ലോ, അവളുടെ സ്വന്തം ഫാമിലിയും അല്ല അത്. ഇതുവരെ ആ കൊച്ചാ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും അവളൊരു അനാഥ തന്നെയല്ലേ. അവര് തന്റെ സ്വന്തം അനുജത്തി അല്ലെന്നല്ലേ താൻ പറഞ്ഞേ? അല്ല മാഡം. അപ്പോ അവരെങ്ങനെ പരിചയപ്പെട്ടെ? ആതിരപ്പള്ളി ബസ് ആക്സിഡന്റില്ല മാഡം.